അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് റമളാൻ മാസം കഴിഞ്ഞാലും അതുപോലെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള തവക്കുൽ നമുക്ക് എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മാമിയുടെ മോളെ കല്യാണമെന്ന്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനും ഇത്തായിക്ക് കല്യാണ ദിവസമാണ് പോണത്. കാരണം എൻ്റെ കല്യാണം അടുത്തായതുകൊണ്ട് ഇത്താക്ക് കുറച്ച് ലീവ് അന്ന് എടുക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കൂടുതൽ ദിവസം ലീവൊന്നും കിട്ടത്തില്ല. പോണ വഴിക്ക് തന്നെയാണ് നമ്മളെ വീടും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലും കൂടെ കയറിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പഴയ പോലെ വീഡിയോ ഒന്നും ഇടാത്തത് എൻ്റെ കല്യാണം ആയതുകൊണ്ടാണ്. ഈ മാസം 12-നാണ് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ പോലെ തന്നെ വീഡിയോ ഇടാം. പിന്നെ കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈയും പറയാറുണ്ട്, അതൊക്കെ ഞാൻ പറയാം. മാമിയുടെ മോളെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ നല്ല പോലെയൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നല്ല പോലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള തവക്കുൽ നിലനിർത്താം, പിന്നെ റമളാൻ മാസത്തിൽ നമുക്കുണ്ടായിരുന്ന ഈമാനും അള്ളാഹുവുമായിട്ടുള്ള കണക്ഷനും ഒക്കെ എങ്ങനെ അത് കഴിഞ്ഞിട്ടും മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ കമൻറ്റ് വന്നായിരുന്നു. അതിനെ പറ്റിയാണ് ഞാനിനി പറയാൻ പോണത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ അള്ളാഹുവിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണണം. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലോ അല്ലെങ്കിൽ അപകടം പറ്റിയാലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അഴുക്ക സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലോ നമ്മുടെ കൂടെ കാണും എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. ഉമ്മായോ വാപ്പായോ ഭർത്താവോ അല്ലെങ്കിൽ ഇത്താമാരോ സഹോദരന്മാരോ ഒക്കെ. അവരെ കാട്ടി നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിനാണ്. അവരെ കാട്ടിയും നമുക്ക് എപ്പോഴും കൂടെ കാണുന്നത് അള്ളാഹുവാണ്. നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് അത് സംസാരിക്കണം. ഇപ്പോൾ ചില സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഈമാൻ കുറഞ്ഞതായിട്ടൊക്കെ തോന്നുമല്ലോ. അപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരടുത്ത് പറയുകയെ അല്ലെങ്കിൽ നമ്മൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെ അത് പറയണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പറയണം, അള്ളാഹു എൻ്റെ ഈമാൻ കൂട്ടിത്താ റബ്ബേ. നമുക്ക് എപ്പോഴാണ് ഈമാൻ കൂടിയിരുന്ന സമയം ആ സമയത്തുള്ളതുപോലെ എപ്പോഴും എൻ്റെ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ എന്നൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് പറയണം. അള്ളാഹു അല്ലാതെ വേറെ ആരും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ നിസ്കാരത്തിൽ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാതെ വരുമല്ലോ. അപ്പം തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പറയണം, അള്ളാഹുവേ എൻ്റെ നിസ്കാരത്തിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല റബ്ബേ. അള്ളാഹുവേ എനിക്ക് നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ നീ തരണേ റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നമ്മുടെ വിഷമങ്ങളും എല്ലാം പറയണം. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ആ സാധനം അവിടെ കാണുന്നില്ല, നമ്മൾ വെച്ച സ്ഥലം മറന്നുപോയി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമല്ലോ. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് ആ സാധനം നോക്കും. അപ്പോൾ നമ്മൾ മനസ്സിലൊന്ന് ആലോചിക്കണം, ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ കാര്യം കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നോ എന്ന്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അള്ളാഹുവിനെ കൊണ്ടുവരണം. ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമൊക്കെ വന്ന് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കണം, അള്ളാഹു നീ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം വന്നത് റബ്ബേ, അൽഹംദുലില്ലാ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കണം മനസ്സിൽ. ഇനി വിഷമം വരുമ്പോഴും അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ വിഷമം വന്നു റബ്ബേ, അള്ളാഹുവേ എൻ്റെ വിഷമങ്ങൾ നീ മാറ്റിത്താ റഹ്മാനി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹുവായിട്ടുള്ള കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരേണ്ട കാര്യമാണ് ക്ഷമ. ഏറ്റവും പാടുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇത് കൊണ്ടുവരാൻ ശ്രമിക്കണം. മറ്റുള്ളവർ നമ്മളെ കുറ്റങ്ങൾ പറയുമ്പോഴോ നമ്മളെ വേദനിപ്പിക്കുമ്പോഴോ നമ്മളെ വിഷമിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമ്മൾക്ക് ഇതിന് വലുതായിട്ട് പ്രതികാരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ അവർക്കൊന്നും ഇത് ബാധിക്കത്തുമില്ല. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലോ അള്ളാഹു എന്തായാലും അതിന് ശിക്ഷ കൊടുത്തിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ നമ്മൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും വിഷമം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നു, അവർ തിരിച്ച് നമ്മളെ അതുപോലെ സ്നേഹിക്കണം എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നു, അവരുടെ ആപത്ത് കാലത്ത് നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തുന്നു. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അവർ നമ്മളെ ഇതുപോലെ സ്നേഹിക്കും, ഇതുപോലെ നമ്മളെ ചേർത്ത് നിർത്തും എന്നൊന്നും വിചാരിക്കാനേ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണം നമ്മൾ എല്ലാം ചെയ്യാൻ.
ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടത്തുമില്ല, നമ്മൾ കൂടുതൽ വിഷമത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയായിരിക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഇനി സന്തോഷങ്ങൾ സംഭവിച്ചാലും വിഷമങ്ങൾ സംഭവിച്ചാലും ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കുറ്റം പറയരുത്. അള്ളാഹു കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ അള്ളാഹുവിന് എത്ര ഇബാദത്തുകൾ ചെയ്യുന്നു, ഇതൊന്നും അള്ളാഹു കാണുന്നില്ലേ, എപ്പോഴും എനിക്ക് വിഷമം മാത്രമേ അള്ളാഹു തരുള്ളൂ എന്നൊന്നും കുറ്റം പറയുകയേ ചെയ്യരുത്. നമുക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്നത് എന്ന് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരിക്കലും അള്ളാഹു നമ്മളെ വെറുക്കുകയാണെന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങൾക്കും കാലിലൊരു ചെറിയ മുള്ള് കുത്തിയ വേദനയാണെങ്കിൽ പോലും അള്ളാഹു അതിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇനിയിപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടോ അള്ളാഹു സാധിച്ച് തരുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആപത്ത് വരുത്തുന്നതാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയാത്തതെല്ലാം അള്ളാഹുവിന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരുന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നാലോ നമ്മൾ ഒരിക്കലും അള്ളാഹുവിലുള്ള വിശ്വാസം കുറയ്ക്കരുത്. അള്ളാഹു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതേ നമുക്ക് തരത്തുള്ളൂ. പിന്നെ നമ്മളെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വെറും പരീക്ഷണമാണെന്ന്. അള്ളാഹു ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാതെയും നമ്മളെ പരീക്ഷിക്കും. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസത്തിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്ത് കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. ഇതുവരെയും അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യുമ്പോൾ കരയാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ സംശയം തോന്നും, എങ്ങനെയായിരിക്കും നമ്മൾ കരയുന്നത്, കരച്ചിൽ വരൂലല്ലോ എന്ന്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കരച്ചിൽ വരും. കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞതോ ഈമാൻ കുറഞ്ഞതായിട്ടോ ഒന്നും തോന്നത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.